ഹലോ, വെൽക്കം ബാക്ക് ടു ഹാൻഡ് മെയ്ഡ് ബൈ ഹസ്ന. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പിസ്താഷ്യോ ഷെൽസും കേക്കിൻ്റെ വേസ്റ്റ് ബോർഡും വെച്ചിട്ടുള്ളൊരു ക്രാഫ്റ്റാണ് കാണാനായിട്ട് പോകുന്നത്. ക്രാഫ്റ്റ് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പം വീഡിയോയിലോട്ടേക്ക് കടക്കാം. ഇതിനായിട്ട് കേക്കിൻ്റെ വേസ്റ്റ് ബോർഡാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പം ഈ ഒരു ബോർഡിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. അതായത് ഗോൾഡൻ സൈഡുള്ള ഭാഗമല്ല, ഈ ഒരു വൈറ്റ് സൈഡുള്ള ഭാഗത്താണ് നമ്മളിപ്പം വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇനി ഇതിനകത്തൊരു കുഞ്ഞു വട്ടം വരച്ചെടുക്കണം. അതിനായിട്ട് ഈ ഒരു മിറർ ഉപയോഗിച്ച് ഒരു സർക്കിൾ ഷേപ്പ് വരച്ചെടുക്കുകയാണ്. ഇപ്പോൾ അതാ കുഞ്ഞ് സർക്കിൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന് ചുറ്റിനും മാക്രമേൻ്റെ റോപ്പ് വെച്ചിട്ട് നമ്മൾ കവർ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ മാക്രമേൻ്റെ കയറില്ലെന്നുണ്ടെങ്കിൽ സാധാരണ ചാക്ക് കയർ കുറച്ച് കട്ടിയുള്ളത് ചുറ്റി കൊടുത്താലും മതി. ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് ആദ്യം നമ്മളിപ്പോൾ ഈ വരച്ചിട്ടുള്ള കുഞ്ഞ് വട്ടുണ്ടല്ലോ അതിന് മുകളിൽ ഒരു റൗണ്ട് ചുറ്റി കൊടുക്കുക. അതിനുശേഷം പുറത്തോട്ട് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തെടുക്കണം ആ ഒരു കുഞ്ഞ് സർക്കിളിന് ചുറ്റിനുള്ള ഭാഗം. അങ്ങനെ നമ്മളിത് ചുറ്റി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം കൂടുതൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ബോർഡിനെ തിരിച്ചു വെച്ച് കൊടുക്കാം. ഇനി കനം കുറഞ്ഞ നൂല് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ട് ഈ ബോർഡിൻ്റെ ബാക്കിൽ കുറച്ച് ഒട്ടിച്ച് കൊടുക്കാനുണ്ട്. ഇത് കുറച്ചുകൂടെ കട്ടിയുള്ള മാക്രമേൻ്റെ തന്നെ നൂലാണ്. ഇതെല്ലാം നമുക്ക് സാധാരണ തുന്നാൻ ഉപയോഗിക്കുന്ന സാധാരണ നൂല് ഉപയോഗിച്ചാലും മതി. ആദ്യം ഈ ബോർഡിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ നൂല് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം അതിൽ നിന്ന് 1 ഇഞ്ച് ഡിഫറൻസിൽ കുറച്ചുകൂടെ നൂലുകൾ നമുക്കിതുപോലെ ഒട്ടിച്ച് കൊടുക്കാം. നൂലെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് പഴയ പോലെ തന്നെ വെക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ഒരു നൂലുകളുണ്ടല്ലോ ഇതിൻ്റെ മുകളിലൊക്കെ തൂവൽ ഒട്ടിക്കാൻ പോവുകയാണ്. അപ്പം അതിനായിട്ട് ഇത് ഈ വൈറ്റ് കളറിലുള്ള ഫെതേഴ്സാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ നടുവിലെ നൂലിൽ 2-3 ഫെതേഴ്സ് വെക്കുന്നുണ്ട്. സൈഡിലോട്ട് വരുമ്പം രണ്ട് സൈഡിലും ഒരേപോലെ വേണം ഒട്ടിക്കാനായിട്ട്. അപ്പം 2 എന്നുള്ള പോലെ. പിന്നെ ലാസ്റ്റ് ആ ഒരു നൂലിൽ 1 അങ്ങനെ. അതായത് ഒരു വി ഷേപ്പിലാണ് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ ചെയ്യാം. അല്ല ഇനി ഒരേപോലെ വരണമെന്നുണ്ടെങ്കിൽ എല്ലാ നൂലിലും 3 ഫെതേഴ്സ് വെച്ചിട്ട് ചെയ്യാം. നമ്മൾ ചെയ്ത് നോക്കാം എങ്ങനെയാണ് നമുക്ക് ഭംഗി തോന്നുന്നത് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കുമല്ലോ. അപ്പം ഞാനും തന്നെ ഇത് ചെയ്ത് നോക്കി അതിനനുസരിച്ച് ചേഞ്ചസ് വരുത്താമെന്നാണ് വിചാരിക്കുന്നത്. ഈ നൂലിൻ്റെ മേലെ കുറച്ച് ഹോട്ട് ഗ്ലൂ ആക്കി കൊടുക്കുക. അതിനുശേഷം ഫെദറിങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഈ ഹോട്ട് ഗ്ലൂ യൂസ് ചെയ്യുന്നതിന് പകരം എല്ലായിടത്തും നമുക്ക് ഫെവിക്കോളോ ക്വിക്ക് ഫിക്സോ ഒക്കെ യൂസ് ചെയ്യാം. ഈ ഒരു ഫെവിക്കോളൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം സമയം ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊന്നും പെട്ടെന്ന് ചെയ്ത് കിട്ടില്ല. ആ ഡ്രൈ ആവാനുള്ള സമയം കൊടുക്കേണ്ടി വരും. അതേസമയം ഈ ഒരു ഹോട്ട് ഗ്ലൂ വെച്ച് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഓരോ നൂലിൻ്റെ മുകളിലും കുറച്ച് ഹോട്ട് ഗ്ലൂ ആക്കുക. അതിൻ്റെ മുകളിൽ ഈ ഒരു ഫെദറിനെ വെച്ച് കൊടുക്കുക. അപ്പം ഫസ്റ്റ് ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഫെദറിൻ്റെ താഴെ ഭാഗത്തായിട്ടാണ് അടുത്ത ലെയർ ജസ്റ്റ് ആ സെയിം നൂലുമ്പോൾ തന്നെ ഗ്ലൂ ആക്കിയിട്ട് അങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇത് നല്ല ലെങ്ത് ഉള്ളതുകൊണ്ട് ക്യാമറയിൽ പ്രോപ്പറായിട്ട് കാണില്ല. നമ്മളൊന്നുകൂടെ നീക്കി വെച്ചിട്ട് കാണിക്കാം. ഇതുണ്ട് ഇതേപോലെയാണ് ഇതിന് താഴെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരുപാട് ഫെതേഴ്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഫെതേഴ്സൊക്കെ ആഡ് ചെയ്യാം. ഞാൻ ഒരുപാടൊന്നും വെക്കുന്നില്ല, ഇത്രയും തന്നെ വെക്കണുള്ളൂ. ഇതൊക്കെ നല്ല ഭംഗിയിൽ നീറ്റായിട്ട് അറേഞ്ച് ചെയ്തതിന് ശേഷം എക്സ്ട്രാ ആയിട്ട് നിൽക്കുന്ന ത്രെഡൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് കുറച്ച് പിസ്താഷ്യോ ഷെൽസ് വേണം. ഈ പിസ്താഷ്യോ ഷെൽസിൻ്റെ ഗോൾഡൻ കളർ സ്പ്രേ പെയിൻറ്റ് വെച്ച് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. സ്പ്രേ പെയിൻറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഗോൾഡൻ ആക്രിലിക് പെയിൻറ്റിങ് ബ്രഷ് വെച്ചിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുത്താലും മതി. അപ്പോൾ പെയിൻ്റൊക്കെ ചെയ്ത് നല്ലപോലെ ഉണങ്ങിയിട്ടുള്ള പിസ്താഷ്യോ ഷെൽസൊക്കെ നമ്മളിനി ഉപയോഗിക്കാൻ പോവാണ്.
ഈ ഷെല്ലിൻ്റെ പുറത്തോട്ട് കാണുന്ന ഭാഗം മാത്രമേ ഞാൻ കളർ ചെയ്തിട്ടുള്ളൂ, അകം ഭാഗം ഒന്നും ചെയ്തിട്ടില്ല. ഇനി ഇതേ നമ്മൾ ഈ ഒരു ഇപ്പോൾ ചെയ്ത് വെച്ചിട്ടുള്ള ഈ സർക്കിളിൻ്റെ ചുറ്റിനും ഈ പിസ്താഷ്യോ ഷെൽസ് ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. ആക്ച്വലി ഞാനിത് ഈ ഒരു വീഡിയോ ചെയ്യുമ്പം ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തു, പക്ഷേ ഇത് ലാസ്റ്റിൽ എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അത് ലാസ്റ്റിൽ കാണാം. ഏതായാലും ഈ ഒരു ചെയ്ത ഭാഗം ഞാൻ ഇതേപോലെ തന്നെ കാണിക്കുകയാണ്, എന്നിട്ട് മാറ്റം വരുത്തിയിട്ടുള്ളത് ലാസ്റ്റിൽ കാണിക്കാം. അവിടെ ഇവിടെ ആയിട്ട് ഓപ്പോസിറ്റ് സൈഡ്സിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഈ ഒരു പിസ്താഷ്യോ ഷെൽസ് എങ്ങനെയാണ് ഭംഗി തോന്നുന്നത് അതിനനുസരിച്ച് ഞാൻ ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ, ഹോട്ട് ഗ്ലൂ വെച്ചിട്ട്. ഇനി നേരത്തെ നമ്മൾ ഫെദേഴ്സ് ഫിക്സ് ചെയ്തില്ലേ, അതിൻ്റെ മുകളിലും ഓരോ പിസ്താഷ്യോ ഷെൽസ് ഒട്ടിച്ച് കൊടുക്കുകയാണ്. പിസ്ത ഷെൽസൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു മിററിനെ ഇതിൻ്റെ നടുവിൽ ഒട്ടിച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് ഇതിൻ്റെ ബാക്കിൽ ഇത് നിറയെ ഹോട്ട് ഗ്ലൂ ആക്കിയതിന് ശേഷം ആ ഒരു ഗ്യാപ്പിൽ വെച്ച് കൊടുക്കുകയാണ്. ഇത് ഒട്ടിക്കുമ്പം നല്ലപോലെ ഒട്ടിച്ച് കൊടുക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഹാങ് ചെയ്യുമ്പോൾ വീണ് പോകരുത്. അപ്പോൾ നല്ല പ്രോപ്പറായിട്ട് തന്നെ ഒട്ടിച്ച് കൊടുക്കാം. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇത് കൊളുത്തി ഇടാൻ വേണ്ടിയിട്ട് ഒരു ലൂപ്പ് വേണ്ടേ, അതും കൂടെ വെച്ച് കൊടുക്കാം. നേരത്തെ നമ്മൾ എക്സ്ട്രാ നൂലുകളുള്ളതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞല്ലോ, അതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ലൂപ്പാക്കി ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ക്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഉണങ്ങിയാൽ മതി. അപ്പോൾ ഇത് ഇങ്ങനെയാണിത് ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ, ഇത് ഇങ്ങനെ ചെയ്തു വന്നപ്പം ഇതിൻ്റെ ഈ ഒരു ഔട്ടർ സർക്കിളിൽ ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു പിസ്താഷ്യോ ഷെല്ല് എനിക്ക് കുറച്ച് ബോറായിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ അതിനെ അങ്ങോട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട്. എനിക്ക് പൊതുവേ എന്ത് ക്രാഫ്റ്റ് ചെയ്യുമ്പോഴും കുറച്ച് സിമ്പിളായിട്ടാണ് ഇഷ്ടം. അപ്പം ഇതേപോലെ ആണ് ഞാനിപ്പം ആക്കി വെച്ചിട്ടുള്ളത്. ഇതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായതും. ഞാൻ രണ്ടും ഡിഫറൻസ് അറിയാനായിട്ട് ഇതേ രണ്ട് പിക്ചേഴ്സും കൂടെ കൊളാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിലർക്ക് ഇതിൽ ആദ്യം കാണിച്ചതായിരിക്കും ഇഷ്ടമാവുക, ചിലർക്ക് ആ ഒരു സെക്കൻഡ് വണ്ണായിരിക്കും ഇഷ്ടമാവുക. എനിക്കെന്തായാലും ആ ഒരു സെക്കൻഡ് വണ്ണാണ് ഇഷ്ടമായിട്ടുള്ളത്. പിന്നെ ഞാൻ അങ്ങോട്ട് ഇത് വീഡിയോയിൽ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ചുകൊണ്ട് കാണിച്ചെന്നേ ഉള്ളൂ. മാത്രമല്ല ചില ആൾക്കാർക്ക് അങ്ങനെ ആയിരിക്കും കൂടുതൽ ഇഷ്ടമാവുക. അപ്പം ഇത് എന്തായാലും രണ്ടും ആ ഒരു ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ടേക്ക് കെയർ, ബൈ.